നമുക്ക് സദ്യ ഒന്നും വെക്കായിരുന്നല്ലേ? എങ്ങനെ വെക്കാനാ ചേച്ചി? ഞാൻ പറഞ്ഞത് അർജുനോട്. അപ്പൊ അവന് പുറത്തുനിന്ന് വാങ്ങാന്ന്. ഒരു കണക്കിന് അതല്ലേ നല്ലത്, നമുക്ക് പണിയെടുക്കണ്ടല്ലോ. ശരി, എന്നാലും ഒരു പായസം വെക്കാട്ടോ നമുക്ക്. ആ, അത് വേണേ ആലോചിക്കാം. എവിടെ രണ്ടാളും കണ്ടില്ലല്ലോ? ആ, രാവിലെ തന്നെ ഇങ്ങോട്ടൊക്കെ പോണുണ്ട്. സത്യം പറഞ്ഞാ കൊച്ചിന്റെ ഭാഗ്യ, അർജുനെ പോലെ ഒരു ഭർത്താവ് കിട്ടിയില്ലേ. എനിക്ക് നേരെ തിരിച്ചാ തോന്നുന്നേ. അതെന്താ? അർജുന്റെ ഈ കുട്ടികൾക്കൊക്കെ നിന്നെടുക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാനേ കുറച്ച് പാടാ. അപ്പൊ അത് അവന്റെ ഭാഗ്യായിട്ട് കൂട്ടാം. ഇനി സജിന്റെ കഥ എന്താവോ എന്തോ. ചേച്ചി പേടിക്കണ്ട ചേച്ചി, നമ്മളെ കുട്ടികളല്ലേ. അമ്പോ, ഇതാര്? ഹായ് ഗായ്സ്. ഓ, എന്തൊരു ഭംഗിയാണ് നിങ്ങളെ രണ്ടാളെയും. താങ്ക് യു. എവിടെ പോയതാ രാവിലെ തന്നെ? എവിടെ പോവാൻ? അമ്പലത്തിൽ പോയി, വേറെ എവിടെയും പോയില്ല. എന്റെ പൊന്നമ്മ, ഈ ചെക്കനെ കൂടി നീ ഞാൻ അമ്പലത്തിൽ പോവില്ല. അതെന്തേ? ഇവൻ എന്നെ ഏതൊക്കെ വഴി കൂടി അറിയിട്ട് കറക്കിയേ. ഹിന്ദുന്നടാ അർജുനെ. അത് പിന്നെ എന്നോട് വഴി മറന്നുപോയി. നിനക്ക് സജിനൊക്കെ സുഖടാത്. ഇടയ്ക്കൊന്ന് ആ ഭാഗത്തേക്കൊന്ന് പോണേ. ഈ അമ്പലത്തിലൊന്നും പോയി വലിയ ശീലമില്ലാത്തോണ്ട്. എന്തിനാ അമ്പലത്തിലൊക്കെ പോണേ? ദൈവം എല്ലായിടത്തും ഇല്ലേ, പിന്നെന്താ പ്രശ്നം? ഇനി അങ്ങനെ പറഞ്ഞാലോ. നിക്ക് ബർത്ത്ഡേ കുട്ടിക്ക് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്ത് സാധനം? കണ്ടോ? ഞാനിപ്പോ വരാം. എന്തായിരിക്കും അർജുനെ? ആർക്കറിയാം. ഓ, എനിക്ക് വിശന്നിട്ട് വയ്യ. വെയിറ്റ് ചെയ്യാ, ഗിഫ്റ്റ് എന്താ നോക്കട്ടെ, എന്നിട്ട് ചായ കുടിക്കാം. നിനക്ക് ചെയിൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ഇത് എന്റെ വക. ഗോൾഡോ? അതെന്ത് റിയാക്ഷൻ ആണ്? അമ്മ എന്തിനാ ഗോൾഡ് ഒക്കെ? ഇതൊക്കെ അവ ഭാവിയിലേക്ക് ഉപയോഗിക്കാലോ. അതാ, കൈയ്യട്ടെ, ഞാൻ ഇട്ടുതരാം. നമ്മളെ ബർത്ത്ഡേക്ക് ഇത്ര വില കൂടിയ ഗിഫ്റ്റ് ഒന്നും കിട്ടാറില്ലേ. നിനക്ക് ഗോൾഡ് വാങ്ങി തന്നിട്ട് എന്തിനാ? ഇടോ നീ? അതില്ല, എന്നാലും ഗോൾഡിന്റെ പൈസക്ക് വേറെ എന്തൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി തന്നൂടെ? വാങ്ങി തന്നിട്ടേ ഇല്ല മോൻ ഇതുവരെ. ഞാൻ ഒന്നും പറഞ്ഞില്ല, അമ്മ അവൾക്ക് അത് ഇട്ടു കൊടുക്ക്. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇത് എത്ര പാവം വരും? എന്തിനാ? വെറുതെ ചോദിച്ചതാ. എത്ര ഗിഫ്റ്റാ? നീ എന്ത് വേണം? എനിക്ക് അസൂയൊന്നുമില്ല. ഡിഡി പെണ്ണെ വേണ്ടേ? അത് മുഖത്ത് നല്ലോണം കാണാനുണ്ട്. ഡിഡി പെണ്ണെ, ഇതില് പകുതി ഗിഫ്റ്റ് ഞാനല്ല വാങ്ങി തന്നത്. അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാത്തെ. ആ പറഞ്ഞ പോലെ ഇവനെന്താ ഗിഫ്റ്റ് തന്നെ? ആ കഴുത്തിലേക്കൊന്ന് നോക്കൂ. അതെ, കണ്ടോ കണ്ടോ? നീ ഒരു സംഭവം തന്നെടാ. മതിയോ? കളിയാക്കല്ലേ. ചായ എടുത്തു തരുമോ? വിശന്നിട്ട് വയ്യ. പോയി ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാ. ഓക്കേ. ഇത് ശരിയാവുന്നില്ലല്ലോ. ഈ അർജുനോട് ഞാൻ പറഞ്ഞതാ ഇങ്ങനത്തെ പണി എന്നെ ഏൽപ്പിക്കരുതെന്ന്. ചേച്ചി. ആടാ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അല്ല, നീ ഇങ്ങനെ അറിഞ്ഞ എന്റെ ബർത്ത്ഡേ ആണ്? അർജുനേട്ടന്റെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ. അവൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? ചേച്ചി കണ്ടില്ലേ? ഇല്ല. എടുത്ത് നോക്ക്, നല്ല രസമുണ്ട്. നോക്കട്ടെ. ഇവൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടോ? കിട്ടി. ഇതേത് ഫോട്ടോ? ഏത് ഫോട്ടോ? നല്ല രസമുണ്ടല്ലേ? എന്നാലും അതല്ല മീരേ, എനിക്ക് ഈ ഡ്രസ് ഇട്ട് എവിടെ പോയതായിട്ട് ഓർമ്മയില്ല. ചേട്ടൻ ചിലപ്പോ എവിടെ കിട്ടിയതാണെങ്കിലോ? അതിന് ചാൻസ് ഉണ്ട്. ഞാൻ താഴെ പോട്ടെ, ഞാൻ ചായ കുടിച്ചില്ല. ആടാ, ഓക്കെ, ചായ കുടിച്ചിട്ട് വാട്ടോ. ചേച്ചിനോട് പറഞ്ഞാലോ? എന്തായാലും ഞാനിന്ന് പറയല്ലോ, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാണെങ്കിൽ ചേച്ചിനോട് പറയാം. അതാ നല്ലത്. ഇതെന്താണ് ഈ മെസ്സേജ്? ഓ, അത് ഇന്നാണല്ലേ. ചേടാ, ഞാൻ മറന്നുപോയി. എന്തായാലും വേണ്ടില്ല, ഒരു അടിപൊളി സർപ്രൈസ് കൊടുത്തേ പറ്റൂ. എന്ത് കൊടുക്കും? ആലോചിക്കട്ടെ. ഹായ് ബർത്ത്ഡേ കുട്ടി. ആരിത്, കല്യാണ പെണ്ണോ? എന്തോന്ന് ചേച്ചി അങ്ങനെ വിളിക്കല്ലേ. കല്യാണൊക്കെ സെറ്റായില്ലേ? ആയി. പക്ഷേ ഈ ഒരു ടൈം അല്ലേ നല്ലത്? അല്ല, എനിക്ക് പ്രേമിച്ച് നടക്കുന്ന ടൈമായിരുന്നു ഭയങ്കര ഇഷ്ടം. എടാ, ഇതിനേക്കാൾ അടിപൊളി ടൈം ആയിരിക്കും കല്യാണം കഴിഞ്ഞാ. എന്തായാലും പെണ്ണ് കാണാനല്ലേ ഫസ്റ്റ്, ആദ്യം അത് കഴിയട്ടെ. പിന്നെ നമ്മൾ പുറത്തു കൊണ്ടിട്ടോ. എപ്പോ? ഇന്ന് വൈകുന്നേരം. എങ്ങോട്ട്? ബീച്ചിലേക്കാണോ സജിനേട്ടൻ പറഞ്ഞത്? ഉറപ്പില്ല. എന്നോട് അർജുനൊന്നും പറഞ്ഞില്ലല്ലോ. അർജുനേട്ടൻ അറിയില്ല. ഓ, അതാണ്. ഞാനെന്തോ സർപ്രൈസ് മണക്കുന്നുണ്ടല്ലോ. പ്രതീക്ഷിച്ചോ? ചിലപ്പോ ഒരു സർപ്രൈസ് ഒക്കെ കിട്ടിയെന്ന് വരാം. ആയിക്കോട്ടെ. എടാ അർജുനെ, എടാ ഈ പെണ്ണ് കാണാനൊക്കെ എങ്ങനെയാടാ പോവാ? പെണ്ണ് കാണാൻ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് പോണം. അല്ല, ഞാൻ സൺഡേ പോണല്ലോ, ഇപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഡ്രസ്സ് എടുക്കാലോ. എടാ നീ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കോ? എടാ, ഞാൻ ഈ ഡൈനോസറിനെ ഒന്ന് അവിടെ എത്തിക്കട്ടെ. ഓ, അവന്റെ ഒരു ഡൈനോസർ. ഇവിടെ മനുഷ്യൻ ജീവിതം വെച്ചിട്ടാ കളിക്കുന്നത്. അർജുനെ, എന്താ മോനെ? എടാ ഒന്ന് പറയടാ, എനിക്ക് ടെൻഷൻ ആവുന്നടാ. എന്തിന്? എനിക്കറിയില്ല എന്താ പെണ്ണ് കാണാൻ പോകുമ്പോ ചെയ്യേണ്ടതെന്നു. നീ ഒന്നും ചെയ്യണ്ട, ചായ കൊണ്ടുവരുമ്പോ ചായ എടുത്ത് കുടിക്കുക, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഉഫ്, ഭാഗ്യവാൻ തന്നെ, ഒരു പെണ്ണ് കാണലൊക്കെ കിട്ടിയില്ലേ. നമുക്കൊന്നും അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. നിനക്ക് പെണ്ണ് കാണണോ?
ആ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ നടക്കൂലല്ലോ. നടക്കായൊന്നുമില്ല. ഏ നീ എന്നെ രണ്ടാമത് കെട്ടിക്കാൻ പോവാ? ഓ എടാ പൊട്ടാ, നീ ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ വരാം. ആ ശരി. ഈ ചെക്കന് പ്രാന്തായി തോന്നുന്നുണ്ട്. അനുവോ? എന്താ ചേട്ടാ? ആ എല്ലാരും ഉണ്ടല്ലോ. എന്തേ? ഒരു സംഭവം ഉണ്ട്. എന്ത് സംഭവം? നമ്മളെ അർജുന് ഒരാഗ്രഹം. എന്താ ആഗ്രഹം? അവന് അവന്റെ പെണ്ണ് കാണലൊന്ന് നടത്തണമെന്ന്. പെണ്ണാണല്ലോ. അതിന് കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എങ്ങനെ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നമ്മളെ ചെക്കന്റെ ആഗ്രഹമല്ലേ, സാധിച്ചെടുത്തേക്കാം. നീ റെഡി അല്ലേ അനുവോ? സാധിച്ചു കൊടുത്തേക്കാം. എന്നാ വാ. പിന്നെ അമ്മേ ഒരു 2 ഗ്ലാസ് ചായ റെഡിയാക്കി വെച്ചോ. ഈ ചെക്കൻ്റെ ഒരു എന്ത് അവന്റെ ഒരു ആഗ്രഹമല്ലേ. ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. താങ്ക് യു. അനുവോ വാ. വരാം ബ്രോ, പോയിക്കോ. ആ ഓക്കെ. അർജുനെ ഞാൻ റെഡിയാക്കാട്ടോ. പോയി പെണ്ണ് കണ്ടിട്ട് വാ. സത്യം പറഞ്ഞ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് പെണ്ണ് കാണാനാ? എന്നാരും പെണ്ണ് കാണാൻ വന്നില്ലല്ലോ. ഓ അങ്ങനെ. ആ ഓക്കെ. സജന നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതൊക്കെ ഒരു രസല്ലേ? വെയിറ്റ്, അല്ല എന്നെപ്പോ നീ ഷർട്ട് മുണ്ടോ കുടിപ്പിച്ചേ? നിന്റെ പെണ്ണ് കാണാൻ പോവല്ലേ? എടാ അതിന് ഞാൻ കല്യാണം കഴിച്ചതല്ലേ. ഇപ്പൊ മുതൽ നീ കല്യാണം കഴിച്ചിട്ടില്ല, പോരെ? ഇവനാണോ ഭ്രാന്ത്, എനിക്കാണോ ഭ്രാന്ത്? വെയിറ്റ് ആൻഡ് സീ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ ശരി. എന്നെ പണിയെടുക്കാൻ സമ്മതിക്കരുത് കേട്ടോ. പണി പിന്നെ എടുത്തൂടെ? ഇതൊക്കെ ഒരു രസല്ലേ? നീ അവിടെ ഇരി. ശരി. അതല്ല പെണ്ണാരാ? പെണ്ണോ? അത് കണ്ടോ? എടാ പറയടാ, വരുമ്പോ കണ്ടടാ. എന്താ ചെയ്യാ? ഇങ്ങനെയൊന്നും ധൃതി കാണിക്കരുത് കേട്ടോ. ഇരിക്കവിടെ. ശരിക്കും ഇവന് വയ്യേ. ഇന്ന് രാവിലത്തെ ഗുളിക കഴിച്ചില്ല തോന്നുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, പറയണ പോലെ ചെയ്യാം, ഇല്ലേ തല്ലിട്ടു. എന്താടാ സംഭവിക്കാൻ പോകുന്നേ? വെയിറ്റ് ആൻഡ് സീ. അമ്മ പെണ്ണിനെ വിളിക്കൂ. ഈശ്വരാ. ആ നമ്മളെ പെണ്ണ് വന്നല്ലോ. ചെക്കന് ചായ കൊടുക്കട്ടോ. അതാണോ ചിക്കൻ? അതെ. ചേട്ടാ ചായ. ഓ എന്റെ മോനങ്ങ് ഫ്ലാഷ് ആയി പോയി. അമ്മ ചിന്നവിടെ? എന്തിനാ ചോദിച്ചതാ. അയ്യടാ ഒരു കേൻ കാമുകൻ. എവിടെ? കുറെ നേരമല്ലോ കണ്ടിട്ട്. അവർക്ക് നാളെ എന്താ എക്സാം ഉണ്ടെന്ന്, അതുകൊണ്ട് പഠിക്കാ. ആ പഠിച്ചോട്ടെ. അല്ല ആന്റി, ഇവൻ ഇന്നെങ്ങാനും ചായ എടുക്കുവോ? ഡാ അർജുനെ. ആ ചേട്ടൻ ചായ എടുത്തില്ല. ആ എടുക്കാം. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട്. സമ്മതാണെങ്കി നാളെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. അയ്യടാ. എന്തായി അർജുനെ, ഇഷ്ടപ്പെട്ടോ? ആ എനിക്കിഷ്ടപ്പെട്ട്. എന്നാ പിന്നെ പെണ്ണിനും കൂടി ഇഷ്ടപ്പെട്ട ഈ കല്യാണം നടത്താലോ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെടായൊന്നുമില്ല. ഇനി പെണ്ണിന് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ലല്ലോ. ഇഷ്ടപ്പെട്ടാനോ? ചെക്കൻ അത്ര പോരാ ചേട്ടാ, എനിക്കിഷ്ടപ്പെട്ടില്ല. അതെന്ത് കളിയാ? എന്തായാലും നിനക്ക് എന്നെ ഇഷ്ടപ്പെടാത്തേ? എനിക്കിഷ്ടപ്പെട്ടില്ല. ചേട്ടാ പറഞ്ഞേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നേ. പെണ്ണെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. ഇഷ്ടപ്പെടാത്തതിനൊരു കാരണം ഉണ്ടാവൂലേ? എന്താ കാരണം അനു? എന്താ കാരണം? ഈ ചെക്കനങ്ങ് പോരാ. സോറിടാ, എന്ത് ചെയ്യാൻ പറ്റും? ആ വേണ്ട എനിക്കിപ്പോ എന്താ. എന്റെ ഫോണല്ലേ അടിക്കുന്നേ? ആഹാ നൈസ് ക്യാച്ച്. ഇങ്ങനെ വീഴല്ലേ ഹിറ്റ്ലറെ. ഈ വീഴുന്ന സ്വഭാവം ഇടയ്ക്കിടയ്ക്കുണ്ടോ? ഉണ്ടെങ്കി അല്ല ഉണ്ടെങ്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാനും ആള് വേണ്ടേ? അതിന് ഞാൻ തന്നെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്. ഒന്ന് പോടാ അവിടെ. ഇന്ന് വിടുവോ? വിട്ട്. ആ അങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ച്. നല്ല രസണ്ടായിരുന്നു. അമ്മന്ന് മാറിയേ. ഇങ്ങോട്ടാണോ? ഞാനേ എന്റെ കൊച്ചിനൊന്ന് പോയി നോക്കട്ടെ, ഇല്ലെങ്കിലേ പഠിച്ച് ഐൻസ്റ്റൈൻ ആയി പോവും. ഓ ചെന്നാട്ടെ. ചിന്നോ പഠിക്ക? അതേലോ. കഴിഞ്ഞോ? ഇല്ല. എന്തേ? പോണ്ടേ? പോണം. വൈകുന്നേരല്ലേ? വൈകുന്നേരൊക്കെ ആയി. ചേട്ടനെപ്പോ പറഞ്ഞാലേ അപ്പൊ പോവാ. കഴിഞ്ഞോ പഠിച്ചിട്ട്? ഇല്ല. നാളെ ഏത് എക്സാം? മാത്സ്. ഓ എനിക്കിഷ്ടല്ല. ചേട്ടന് ഏതാ ഇഷ്ടം? ഒരു കണക്കിന് പറഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടല്ല. എപ്പോഴാ പോണ്ടേ? ഇപ്പൊ പോണോ? ആ എന്തായാലും റെഡി ആയിക്കോ, ഞാൻ അവിടെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറയട്ടെ. ഓക്കെ. മീരാനോടും കൂടി പറയട്ടോ. ആ ഞാൻ താഴെ ഉണ്ടാവും. ശരി. അല്ല നീ വിളിച്ചതിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ കൊറേ ആയല്ലോ അങ്ങോട്ടൊക്കെ വന്നിട്ട്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നടാ, അതാ ഞാൻ അങ്ങോട്ടൊന്നും വരാഞ്ഞേ. ഓ ഇന്ന്
അനുചേച്ചിന്റെ ബർത്ത്ഡേ അറിഞ്ഞോ? ആ അറിഞ്ഞ്. അർജുനേട്ടന്റെ സ്റ്റാറ്റസിൽ കണ്ടിരുന്നു. അല്ല, മീരയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? അത് പിന്നെ പറഞ്ഞോ, നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ, എന്തിന്റെയും പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞോട്ടെ? പറ. അത് പിന്നെ നിവാൻ ചേട്ടാ, എനിക്ക് ഒരാളോടൊരു ക്രഷ് ഉണ്ട്. വാട്ട്, റിയലി? അതെ. ആരാണാ ഭാഗ്യവാൻ? അത് ആരാന്ന് പറയടോ? അത് ചേട്ടനാ. ഞാനോ? അതെ. ഐ തിങ്ക് ഐ ആം ഫോളിങ് ഫോർ യു. മീര, നീ സീരിയസ് ആയിട്ടാണോ പറയുന്നേ? സീരിയസ് ആയിട്ട് തന്നെയാ. അന്ന് റിസോർട്ടിൽ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോയില്ലേ, അന്ന് മുതലേ ഐ ഹാഡ് എ ക്രഷ് ഓൺ യു. ഇറ്റ്സ് എ നോർമൽ തിങ്. നമുക്ക് ക്രഷ് അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ബട്ട് ഇതിൽ കുറച്ച് ടാസ്ക് ഇല്ലേ? ചേട്ടൻ എന്താ പറയുന്നേ? അതായത് നീ ഇപ്പം പഠിക്കേണ്ട പ്രായ, ഇതൊക്കെ ഒരാളോട് തോന്നുന്നത് എന്ന് പറയുന്നതും സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇഫ് ഐ സേ ഇത് വെറൊരു അട്രാക്ഷൻ ആണ്, അല്ലാതെ ഇതൊന്നും സീരിയസ് ആക്കി എടുക്കരുത് മീര. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. മേ ബി യു ഡിസേർവ് ബെറ്റർ. ചിലപ്പോൾ എന്നേക്കാൾ നല്ലൊരു ചെക്കൻ വന്നാലോ. സോ എനിക്കത് ഡയറക്റ്റായിട്ട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. മനസ്സിലായി. ഇത് വേറെ ആരോടും പറയല്ലേ? ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ തിങ്. ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട. ഞാൻ ആരോടും പറയുന്നില്ല. പിന്നെ എനിക്ക് ദിവസവും കുറേ പ്രപ്പോസൽസ് വരലുണ്ട്, അതിലൊന്നായിട്ട് കരുതിക്കോളാം. ബട്ട് യു ആർ സ്പെഷ്യൽ മീരെ. നീ സങ്കടപ്പെടാൻ പറഞ്ഞതല്ല കേട്ടോ. യു ഹാവ് എ ബെറ്റർ ഫ്യൂച്ചർ. സോ നീ ഇപ്പോൾ പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ നോക്ക്. ഓക്കെ ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്തേ? ഈ കാരണം കൊണ്ട് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവില്ലല്ലോ? എടാ, ഇതൊക്കെ ഒരു നോർമൽ തിങ് ആണ്, അല്ലാതെ ഇതിനൊക്കെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. എന്നാ ഓക്കെ, ഞാൻ പോട്ടെ, ഷൂട്ടുണ്ട്. ഓക്കെ. ചേട്ടന് ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ ഞാൻ വിളിച്ചേ? ഇറ്റ്സ് ഓക്കെ. ഞാനും ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണ്ടേ? എന്നാ ചേട്ടൻ പോയിക്കോ. അല്ല, നീ എങ്ങനെ പോവും? ഞാനെങ്ങനെയും പോയിക്കോളൂ. ഓക്കെ, എന്നാ ബൈ. ബൈ. ഓ, ഈ ബ്രേക്കപ്പിനൊക്കെ ഇങ്ങനത്തെ ഫീലാണോ? കേട്ടപ്പോ സമാധാനായല്ലോ. ഇനി നിവാൻ ചേട്ടന് മുന്നിലേക്ക് പോയി ഞാൻ വരില്ല. നീ വന്നാ പോയി മാറ്റാൻ നോക്ക്. അല്ല ഇത് പോരെ? എന്നാ അത് മതി. നീ പോയ സാധനം കിട്ടിയോ? എന്ത്? നീ എന്താ വാങ്ങാനല്ലേ ഇവിടുന്ന് പോയത്? അത് കിട്ടിയില്ല. ഇനിയിപ്പോ എവിടെ പോയി വാങ്ങും? അത് അറിയില്ലമ്മേ. ആന്റി. മോളെ, അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ. എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല ചേച്ചി. എന്തോ ഉണ്ട്. മീര ചേച്ചിനോട് പറ. ചേച്ചി ഫ്രീയാ? ആന്റി, എനിക്ക് അനുവാ പോണ്ടേ? പോണം. എന്നാ വാ, മാറ്റാം. ഇതാരി? എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതെ. ഒന്നുമില്ല ചേട്ടാ. ചേച്ചി ഞാൻ പിന്നെ പറയാട്ടോ. ആടാ, നീ വാ. നടക്ക്. ദിവസവും കുറെ പ്രപ്പോസൽസ് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? അതിൽ എന്നേക്കാൾ നല്ല ഏതെങ്കിലും ഒന്നിനെ കിട്ടുമായിരിക്കും. റെഡിയല്ലേ? കുറെ നേരം നീ റെഡിയല്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. ഒന്ന് മാറിക്ക്, നല്ലത് കാണാൻ പറ്റൂ. വെറുതെ സസ്പെൻസ് ഇടുക. അത് ശരി, ഇപ്പൊ ഞങ്ങൾ ചെയ്ത കുറ്റം. എന്റെ പൊന്ന് സജനേട്ടാ, ഒന്ന് മാറി നിൽക്ക്, കാണട്ടെ. എന്നാ ഓക്കെ. ചിന്നു, നീ റെഡിയല്ലേ? 3, 2, 1 സർപ്രൈസ്. നല്ല രസമുണ്ടല്ലേ അർജുനെ? അതെ. താങ്ക് യു. ഇത് മൊത്തം നിങ്ങള് അറേഞ്ച് ചെയ്തതാ? യെസ്, ഓഫ് കോഴ്സ്. എന്റെ പൊന്ന് സജന, നിനക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നാ? ഡാടാ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? എന്തായാലും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്നാ പിന്നെ കേക്ക് അങ്ങ് മുറിച്ചാലോ? മുറിക്കാം. ചേച്ചി എങ്ങനെ
എനിക്കറിയാം. ആ അമ്മ ആദ്യം പറയണ്ട. അർജുനെ നീ പറ. ഞാനോ? ആ നീ തന്നെ. നീ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അയ്യോ ഇന്നിപ്പോ എന്താ നിന്റെ ബർത്ത്ഡേ അല്ലേ? വേറെന്താ? എല്ലാവർക്കും മനസ്സിലായി, നിനക്ക് മാത്രം മനസ്സിലായില്ല. അയ്യോ അതെന്താ? എനിക്കറിയില്ല സത്യമായിട്ടു. ആലോചിച്ച് നോക്ക്. ഓർമ്മയില്ല? ഇല്ല. എന്ന് ഞാൻ പറഞ്ഞുതരാം. ഹാപ്പി 1 month വെഡിങ് ആനിവേഴ്സറി മൈ ഹസ്ബൻഡ്. ഇന്നോ? അതെ. എടാ ഞാനത് ഓർത്തതേ ഇല്ല. ഞാൻ ഓർത്തില്ലേ? എന്നാലും അർജുനേട്ടൻ വല്ലാതെ ഇമോഷണൽ ആയല്ലോ. കണ്ണങ്ങ് തുടക്കടാ. താങ്ക്സ്. എന്തിന്? ഈ ഫോട്ടോ വേണോ? പിന്നെ എന്റെ ലൈഫിലേക്ക് വന്നേന് വെൽക്കം. ഈ താങ്ക്സ് ഞാനും പറയണ്ടേ? വേണ്ട. എന്നാ പിന്നെ കേക്ക് ഒന്നുകൂടെ മുറിച്ചോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സെയിം ടു യു.